ശാന്തിയില്ല, സമാധാനമില്ല. സഹോദരങ്ങളെ, നബിയും സ്വഹാബാക്കളും മദീനയിലേക്ക് ഹിജ്റ പോയി. ഹിജ്റയുടെ ചരിത്ര സംഭവങ്ങൾ വിശാലമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. മുഅ്മിനുകളെ, നമുക്ക് തിരുനബിയുടെ കുടുംബത്തിലേക്ക് തന്നെ പ്രവേശിക്കാം. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങൾക്ക് പുന്നാര സഹധർമ്മിണിയായ ഖദീജയിൽ നിന്ന് 6 സന്താനങ്ങൾ ജനിക്കുകയുണ്ടായി. വലദത് ഖദീജത്തുൽ കുബ്റാ ലിന്നബി സിത്തം മിനൽ ഔലാദി തസ്മയ അഖി ഖാസിമു സൈനബു റുഖിയ ഫാത്തിമ വ ഉമ്മു കുൽസൂമിൻ വ അബ്ദുല്ലാഹ് ഖുദാ. മുത്തുനബിയുടെ ഈ 6 സന്താനങ്ങളുടെ ഉമ്മയാണ് ഖദീജ. ആദ്യത്തെ സന്താനമാണ് ഖാസിം. ഈ ഖാസിം എന്നവർ 2 വയസ്സുള്ള കാലത്ത് തന്നെ പരിശുദ്ധ മക്കയിൽ വെച്ച് തന്നെ മരണപ്പെട്ടു പോയി. മുത്തുനബിയുടെ സന്താനങ്ങളിൽ നിന്ന് ആദ്യമായി വിട പറഞ്ഞത് ഖാസിം എന്നവരാണ്. അതുപോലെ തന്നെ വളരെ ചെറുപ്പകാലത്ത് അബ്ദുള്ള എന്ന കുട്ടിയും മക്കയിൽ വെച്ച് മരണപ്പെട്ടു പോയി. നബി തങ്ങൾക്ക് മാരിയത്തുൽ ഖിബ്തിയ എന്ന അടിമ സ്ത്രീയിൽ നിന്ന് വിരിഞ്ഞു വന്ന ഒരു സൂനമാണ് ഇബ്രാഹിം എന്ന കുട്ടി. ഹിജ്റയുടെ 8-ാം വർഷത്തിൽ 1 വയസ്സും 10 മാസവും പ്രായമുള്ള ഇബ്രാഹിം എന്ന കുട്ടിയും മരണപ്പെട്ടു പോയി. സഹോദരങ്ങളെ, സഹോദരിമാരെ, മുത്തുനബിയുടെ പുന്നാര മക്കളെ കുറിച്ചാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് ബിൻ സുലൈമാൻ എന്നവരെ തൊട്ട് ഇബ്നു ഇസ്ഹാഖ് എന്നവർ നിവേദനം ചെയ്യുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങൾക്ക് 30 വയസ്സുള്ളപ്പോഴാണ് സൈനബ് എന്ന കുട്ടി ജനിക്കുന്നത്. വാദറകത്തിൽ ഇസ്ലാം വഅസ്ലമത് വഹാജറത്. ആ മഹദി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇസ്ലാമിന് വേണ്ടി ഹിജ്റ പോയിട്ടുണ്ട്. അവർ വിവാഹിതയായിട്ടുണ്ട്. അലി എന്ന ആൺകുട്ടിയും ഉമാമത്ത് എന്ന പെൺകുട്ടിയും അവർക്ക് ജനിച്ചിട്ടുണ്ട്. ഹിജ്റയുടെ 8-ാം വർഷത്തിൽ സൈനബ് റളിയല്ലാഹു അൻഹായും ലോകത്തോട് വിട പറഞ്ഞു. സഹോദരങ്ങളെ, മുത്തുനബിക്ക് 33 വയസ്സുള്ള കാലത്താണ് റുഖയ്യ ബീവിയെ പ്രസവിക്കുന്നത്. ആദ്യമായി ഉത്ബത്ത് എന്ന മനുഷ്യന് വിവാഹം ചെയ്ത് റുഖയ്യ ബീവിയെ വിവാഹമോചനം ചെയ്യപ്പെടുകയുണ്ടായി. പിന്നീടതാ മലിക്കുൽ ജബ്ബാറായ തമ്പുരാന കൽപ്പന പ്രകാരം, ആ തിരുകൽപ്പന പ്രകാരം, ആദ്യ തിരുദിവ്യ സന്ദേശ പ്രകാരം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. ഇന്നല്ലാഹ ഔഹാ ഇലയ്യ അൻ നുസവ്വിജ കരീമതി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഇമാം തബറാനി തന്റെ മോജമിൽ നിവേദനം ചെയ്ത ഹദീസാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട മകളെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ പടച്ചവൻ കൽപ്പിച്ചിരിക്കുന്നു. നോക്കൂ സഹോദരങ്ങളെ, എന്തോ ഒരു പവിത്രതയാണിത്. നബിയുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങളുടെ പൊന്നാര പൂമകളായ റുഖയ്യ ബീവിക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാനിൽ നിന്ന് അബ്ദുള്ള എന്ന പേരുള്ള ഒരു സന്താനം ജനിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട മുസ്അബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റുഖയ്യ റളിയല്ലാഹു അൻഹായുടെ കുട്ടിക്ക് 6 വയസ്സുള്ള സമയത്ത് ആ കുട്ടിയുടെ കണ്ണിന് ഒരു കുക്കുടൻ കൊത്തിക്കളഞ്ഞു. അതേ, ഒരു സാക്ഷാൽ കോഴി ആ കുട്ടിയുടെ കണ്ണിന് കൊത്തി. ആ ഓമന പൈതലിന് അനന്തരം രോഗമായി. ആ രോഗത്തിൽ പിഞ്ചോമന മരിച്ചുപോയി. സഹോദരങ്ങളെ, ഈ പുന്നാര പൂമകൾ റുഖയ്യ ബീവിയും പിന്നീട് രോഗിണിയായി. പ്രശസ്തമായ ബദർ യുദ്ധം നടക്കുമ്പോൾ റുഖയ്യ ബീവിക്ക് രോഗമാണ്. നബിയും സ്വഹാബാക്കളും ബദറിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഉസ്മാൻ